അപ്പോൾ നമ്മൾ ലൈല മജ്നു ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ആ കോമ്പൗണ്ട്. അപ്പോൾ ഇതിൻ്റെ സമീപത്ത് കാണുന്നത് മൊത്തം കൃഷിസ്ഥലങ്ങളാണ് കേട്ടോ. ഇത് ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ്, ഗ്രാമത്തിലേക്കുള്ള വഴികളാണ് കാണുന്നത്. നമ്മുടെ കുട്ടനാട്ടിലൂടെയൊക്കെയുള്ള വഴികൾ പോലെയാണ് കാണപ്പെടുന്നത്. നിറയെ പച്ചപ്പുള്ള സ്ഥലം, ഇത്ര മനോഹരമാണെന്ന് നോക്കി. കാണാൻ പറ്റുന്നത് കാർഗിൽ വാറിൻ്റെ സമയത്ത് നിർമ്മിച്ച ബങ്കറുകളാണ്. ഇതുണ്ടോ, ഇതൊരു ബങ്കർ. ഈ കാണുന്നത് മുഴുവൻ അത്തരം ബങ്കറുകളാണ്. അന്ന് ഈ ഗ്രാമവാസികളെയൊക്കെ ഇവിടുന്ന് ഒഴിവാക്കിയിരുന്നു ആ യുദ്ധത്തിൻ്റെ സമയത്ത്. അതിനുശേഷമാണ് ഈ ഒരു ശവകുടീരത്തിലേക്ക് പാകിസ്ഥാൻ സൈഡിൽ നിന്നുള്ള ആളുകളെ ഒഴിവാക്കിയത്. അല്ലെങ്കിൽ ഇവിടുന്ന് 6 കിലോമീറ്റർ അകലെയുള്ള നമ്മുടെ ബോർഡർ ഗേറ്റ് തുറന്നു കൊടുത്ത് ജൂൺ 14-ാം തീയതി അവരും ഇവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നതാണ്. അതില്ലാതാക്കിയത് ആ കാർഗിൽ വാറാണ്. അപ്പോൾ നമ്മുടെ ഒരുപാട് ജവാന്മാരെ നഷ്ടപ്പെട്ട ആ കാർഗിൽ വാർ, അതിൻ്റെ ബാക്കിപത്രമാണ്. ബാക്കിപത്രം എന്നുദ്ദേശിച്ചത് അന്ന് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി ജവാന്മാർക്ക് വേണ്ടി നിർമ്മിച്ച ബങ്കറുകളാണ് ഈ കാണുന്നത്. ഇരിക്കുന്നവരുടെ മനസ്സറിയുന്ന ലൈല മജ്നുവിൻ്റെ ആ ഒരു ഖബർസ്ഥാനിലാണ്. അനൂപ്ഘാട്ടിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ അകലെയാണ് ഈ ഒരു കുടീരം സ്ഥിതി ചെയ്യുന്നത്. സ്നേഹത്തിൻ്റെ പ്രതീകമായി കാണുന്ന 2 കമിതാക്കളാണ് ലൈലയും മജ്നുവും. 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അവർ ധനികനായ മജ്നു ലൈലയെ സ്നേഹിക്കുകയും അവിടെ നിന്ന് അവർ ഒളിച്ചോടി വരികയും തെക്കൻ പേർഷ്യയിൽ നിന്നാണ് അവർ ഒളിച്ചോടി വന്നത്. അപ്പോൾ കാലാകാലങ്ങളോളം അവർ സ്നേഹിച്ച് മാത്രം ജീവിച്ചവരാണ്. അങ്ങനെ അവർ വന്ന വഴിയിൽ മരുഭൂമിയുടെ നടുവിൽ വെള്ളം കിട്ടാതെയോ അതോ അവരുടെ കുടുംബക്കാരായിട്ടോ അവർ മരണപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ ആ വന്ന ആളുകളുടെ, ആ 2 കമിതാക്കളുടെ ആ ഒരു കുടീരത്തിന് ഉള്ളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ, സ്നേഹത്തിന് വില കൊടുക്കുന്ന കമിതാക്കൾ, ഇവരൊക്കെയാണ് ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഗ്രാമത്തിൻ്റെ നടുവിലാണ് ഈ ഒരു കുടീരം സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ആ കുടീരം. രാജസ്ഥാനിലെ ഗംഗാനഗർ ഡിസ്ട്രിക്റ്റിലെ ബിഞ്ചാവൂർ എന്ന സ്ഥലത്താണ് ഈ ഒരു കുടീരം സ്ഥിതി ചെയ്യുന്നത്. ഇത് മജ്നു ബോപ്പ് എന്നും അറിയപ്പെടാറുണ്ട്. അത് നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് നൽകിയ ഒരു പേരാണ്.